Good morning, dear students. So, we are moving on to the last part of this chapter. So, yesterday we have seen about incentives. Okay, so we have seen in detail what is incentive and what are the classifications of incentives. One of the classification was about subsidy. Do you remember it? Subsidy. What do you mean by subsidy? It is a single lump sum amount. So that is what we are going to discuss in today's class. What do you mean by subsidy? And you're having different types of subsidies. So at the end of different types, we come to the end of this chapter also. You're having 13 points, the types of subsidy. Okay, so we'll see what do you mean by subsidy? And why the subsidy is given to the entrepreneurs. First of all, we see what is the motive behind it. The motive behind providing subsidy is to encourage the investment of the new entrepreneurs so that it adds up to the economic growth of the country. So, what does this subsidy do in the entrepreneur's life? So, this subsidy motivates entrepreneurs to bring up with new startups and make them to be the part of the Indian economy. അവർ ഇന്ത്യൻ എക്കോണമിയുടെ ഒരു ഭാഗമായിട്ട് മാറുന്നതിനും നാടിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു പേഴ്സണായിട്ട് മാറുന്നതിനും കൂടിയാണ് അവർക്ക് നമ്മൾ ഈ സബ്സിഡി കൊടുക്കുന്നത്. Government of India provides financial support or subsidy to the new and upcoming entrepreneurs. അപ്പോൾ ആർക്കുള്ളതാണിത്? To the new and upcoming entrepreneursനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് കൊടുക്കുന്ന ഒരു ഫിനാൻഷ്യൽ എയ്ഡാണ് സബ്സിഡി എന്ന് പറയുന്നത്. Subsidy helps the entrepreneurs to develop their business and thereafter provide services to the country. അപ്പോൾ എങ്ങനെയെങ്കിലും ബിസിനസ് സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതും അതുമാത്രമല്ല, if a person comes up with a business, he can give the employment opportunities because of him to at least 10 or 15 persons minimum level. Okay, ഒരു 10-15 പേർക്കെങ്കിലും തന്നെ കൊണ്ട് ഒരു ജോലി കൊടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ ബിസിനസ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നാടിന് എക്കണോമിക് ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ ബിസിനസ് സെറ്റപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസ് സെൻറ്റേഴ്സ് ഇൻക്രീസ് ചെയ്താൽ മാത്രമേ സാധിക്കുള്ളൂ. So that what we are doing is we are finding out the prospective entrepreneurs, we are giving them proper training, we are giving them assurance that no need to worry about it, the government will purchase the products from you എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പ് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അവരുടെ അതുമാത്രമല്ല അവരുടെ ഒരു ഗ്രോത്ത് സ്റ്റേജ് എത്തുന്നത് വരയ്ക്കും വി ആർ ഓൾസോ ഡൂയിങ് ഇൻക്യുബേറ്റിംഗ് ഓൾസോ. സോ അവരുടെ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും നമ്മൾ അവരുടെ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് വി ആർ ഓൾസോ വിത്ത് ദം till they reach the growth stage. And for the survival also, we do most of the things what they require എന്നുള്ളതാണ്. ഓരോ സ്റ്റേജിലും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. There are various kinds of inputs required to start a company. Raw material വേണം, ലാൻഡ് വേണം, മെഷീനറി വേണം, മാനേജ്മെൻറ്റ് വേണം, ക്യാപിറ്റൽ വേണം. സോ ഇതിലേക്കൊക്കെ the government therefore provides subsidies in the aforementioned criteria so that the entrepreneurs can use them to set up their new business. So which type of need we require എന്നുള്ള കാര്യം അവരിലൂടെ നമുക്ക് അവരെ അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ സബ്സിഡി എന്ന് പറയുന്നത് ഒരു സിംഗിൾ ലംസം പേയ്മെൻറ്റ് ആണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞു.
ഇനി നമുക്ക് നോക്കാം എത്ര ടൈപ്പ് ഓഫ് സബ്സിഡീസാണ് നമുക്കുള്ളത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് കിട്ടുന്ന സബ്സിഡി ഏതിനുള്ളതാണ്? ഗ്യാസിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്യാസ് സിലിണ്ടേഴ്സിന് കിട്ടുന്ന ഒരു സബ്സിഡിയാണ് അല്ലേ? അതെങ്കിലും ഓർമ്മയിലുണ്ടോ മക്കൾക്ക്? അപ്പോൾ ആ ഒരു സബ്സിഡി എന്നുള്ള വാക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എമൗണ്ട് കൊടുത്ത് നമ്മൾ സിലിണ്ടർ പർച്ചേസ് ചെയ്യാം. ലേറ്റർ ഓൺ അതിൻ്റെ സർട്ടൻ പെർസെൻറ്റേജ് നമുക്ക് സബ്സിഡി ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും എന്നുള്ളതാണ്. സോ ഇതിലൂടെ എന്താണ് ഗവൺമെൻറ്റിൻ്റെ അതർ പ്ലാൻസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അങ്ങനെ ഏതൊക്കെ കാര്യങ്ങളാണോ ഗവൺമെൻറ് നമ്മളിലേക്ക് പബ്ലിക്കായിട്ട് ലിങ്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതെല്ലാം ലിങ്ക് ചെയ്യാണ്. ഈവൻ ആധാർ ലിങ്ക്ഡ് ആണ്, നമ്മുടെ ബാങ്ക് അക്കൗണ്ട്സ് ലിങ്ക്ഡ് ആണ്. സോ ദാറ്റ് ഇറ്റ് സിംപ്ലി സേസ് യു ആർ മോണിറ്റേർഡ് എന്നുള്ളതാണ്. നമ്മൾ എല്ലാ രീതിയിലും നമ്മൾ മോണിറ്റേർഡ് ആണ് എന്നുള്ളത്, അതുമാത്രമല്ല നമ്മുടെ നീക്കങ്ങളെല്ലാം അവർ അറിയുന്നുണ്ട് എന്നുള്ള രീതിയിലുമാണ് ഗവൺമെൻറ് ഇസ് ഗോയിങ് ഓൺ ആൻഡ് ഇറ്റ് ഈസ് പ്ലാനിങ് ഫർദർ എന്നുള്ള കാര്യം. ഓക്കെ, സോ നൗ വിൽ മൂവ് ഓൺ ടു ദി ടൈപ്സ് ഓഫ് സബ്സിഡീസ്. ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി ക്യാപിറ്റൽ സബ്സിഡി സ്കീം, CLCSS, ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി സ്കീം എന്നാണ് പറയുന്നത്. ഇത് എന്താണെന്ന് നോക്കാമെന്നുണ്ടെങ്കിൽ, many of the small scale industries in India continue to manufacture goods and products with outdated technology and plant and machinery due to the lack of awareness about access to capital, quality standards and modern technology. So the Ministry of Small Scale Industries is operating a scheme for technology upgradation. This scheme is called the Credit Linked Capital Subsidy Scheme. 2 മാർക്കിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഡു യു മീൻ ബൈ CLCSS? ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി സ്കീം എന്നാണ് പറയുന്നത്. സോ ഇത് ആർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതാണ്? സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എത്രയോ ഇൻഡസ്ട്രീസ് ഉണ്ട്. ബട്ട് ദോസ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് they are manufacturing the products with the outdated technology. ഒരു പഴയ ടെക്നോളജി തന്നെയാണ് അവരിപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ അവർക്ക് വാട്ട് ആർ ദ ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി എന്നുള്ളത് പോലും അവർ അറിയണില്ല. ആൻഡ് ദേ ആർ നോട്ട് അവെയർ ഓഫ് ദാറ്റ്. അതേപോലെ തന്നെ ഈ പുതിയ പ്ലാന്റ് ആൻഡ് മെഷീനറി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരിനെ സമീപിക്കണം, ആരാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യാനുള്ളത് എന്ന് പോലും അവർക്ക് അറിയുന്നില്ല. സോ ദേ ആർ യൂസിങ് ദി ഔട്ട്ഡേറ്റഡ് ടെക്നോളജി ആൻഡ് ദേ ആർ നോട്ട് റെഡി ടു ഗെറ്റ് അപ്ഗ്രേഡഡ്. കാരണം അവർക്ക് അറിയണില്ല. അവർക്ക് അറിയാവുന്ന ആകെ കൂടി എന്താണ്, ഒരു പുതിയ ടെക്നോളജി വേണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഇൻവെസ്റ്റ് മോർ. സോ വി ആർ നോട്ട് ഹാവിങ് സഫിഷ്യൻറ്റ് ക്യാപിറ്റൽ ഫോർ ഇൻവെസ്റ്റിംഗ്. So what we are doing, simply we are using what we have എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ക്വാളിറ്റി കോംപ്രമൈസ് വരാം, സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ടാവില്ല, പ്രൊഡക്ഷൻ കപ്പാസിറ്റി ലോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇൻക്രീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് CLCSS എന്ന് പറയുന്ന ഒരു സബ്സിഡി പ്രവർത്തിക്കുന്നത്. ദാറ്റ് ഈസ് നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി ആണെന്നുണ്ടെങ്കിൽ ദേ ആർ ഗിവിങ് ദി ചാൻസസ് ടു ഇംപ്രൂവ് അവർ ടെക്നോളജി, ടു മേക്ക് അവർ പ്ലാന്റ് ആൻഡ് മെഷീനറി ന്യൂ, മോഡേണൈസേഷൻ, സ്റ്റാൻഡർഡൈസേഷൻ ഇതിലേക്കൊക്കെ കൊണ്ടുവരാനായിട്ട് അവർ തരുന്ന ഒരു സ്കീമാണ്. ഇനി അവർ എത്രയാണ് തരുന്നതെന്ന് നമുക്ക് നോക്കാം. The CLCSS provides 15% capital subsidy to SSI units on institutional finance availed by them for the induction of well-established and improved technology under this scheme for a loan up to 1 crore. അപ്പോൾ മാക്സിമം നമുക്ക് എത്ര വരെയ്ക്ക് ലോൺ എടുക്കാനായിട്ട് പറ്റും? 1 crore rupeesനുള്ള പ്ലാന്റ് ആൻഡ് മെഷീനറി പർച്ചേസ് ചെയ്യാനായിട്ടുള്ള സ്കീമാണ്. ദാറ്റ് ഈസ് 15% ക്യാപിറ്റൽ സബ്സിഡിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ 15% ആര് തരുന്നതായിരിക്കും? ഗവൺമെൻറ് തരുന്നതായിരിക്കും. ബാക്കിയുള്ള നമ്മൾ 85% നമ്മൾ നോക്കിയാൽ മതി. അങ്ങനെ നമുക്ക് എത്രത്തോളം എടുക്കാൻ പറ്റും? 1 crore വരെയ്ക്കും നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് 1 crore വരെയ്ക്കും നമുക്ക് സബ്സിഡി കിട്ടാനുള്ള സാധ്യതകളുണ്ട്.
അപ്പോൾ ക്ലിയർ ആയോ? അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി സ്കീം എന്ന് പറയുന്നത്? ഫോർ ദി അപ്ഗ്രഡേഷൻ ഓഫ് ദി ടെക്നോളജി. ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി ആണെന്നുണ്ടെങ്കിൽ അത് മോഡേണൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിന് എത്രയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? 15%. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യുമ്പോൾ CLCSS എന്ന് പറയുന്നത് നോട്ട് ചെയ്യാം. ഓക്കെ, ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി സ്കീം എന്ന് പറഞ്ഞിട്ട് നോട്ട് ചെയ്യാം. ഹൈഫൻ ഇട്ടിട്ട് അതിൽ നോട്ട് ചെയ്യേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ ഫോർ ദി ടെക്നോളജി അപ്ഗ്രഡേഷൻ ഓഫ് SSI യൂണിറ്റ്സ് ഇൻ ഇന്ത്യ. ഫോർ ടെക്നോളജി അപ്ഗ്രഡേഷൻ ഓഫ് SSI യൂണിറ്റ്സ് ഇൻ ഇന്ത്യ അങ്ങനെ നോട്ട് ചെയ്യാം. അത് കഴിഞ്ഞാൽ അതിന് തൊട്ട് താഴെ നമ്മൾ it provide 15% capital subsidy to SSI units, maximum up to 1 crore. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കാര്യങ്ങൾ എന്തിനുള്ളതാണ്, എത്രയാണ് ലഭിക്കുന്നത്, മാക്സിമം എത്രയാണ് കിട്ടുക എന്നുള്ള വിവരം വരിക്കും നമുക്കറിയാനായിട്ട് സാധിക്കും. സോ നോട്ട് ചെയ്യുമ്പോൾ ഇത്രയും ഷോർട്ടായിട്ട് കാര്യങ്ങൾ നോട്ട് ചെയ്യാം. ആൻഡ് ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സബ്സിഡി ടു അക്വയർ ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം. With the increasing global market, there is a need for quality standards for MSME units to compete in the market. Therefore, in order to encourage the same, subsidies provided by the government to adopt quality standards in the Indian MSME by subsidizing the cost of acquiring ISO certificates like ISO 9000 and ISO 14001. The scheme provides reimbursement of charges of acquiring ISO 9000 and ISO 14101 certifications to all industries registrations as SSI up to an extent of 75% of expenditure subject to a maximum of 75,000. സോ ഇവിടെ വരുന്നത് എന്തിനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ കൊടുക്കുന്ന ISO സർട്ടിഫിക്കറ്റ്. സോ in every institution or in every organization, if we maintain the particular standards എന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന് അവർ കൊടുക്കുന്ന ISO സർട്ടിഫിക്കറ്റ്സ് ആണ് ISO 9000ഉം ISO 14001. ഓക്കെ, അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ദേ മെയിൻറ്റെയിൻ ദി ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് എന്നുള്ളത്. സോ ഇത് നമ്മുടെ കയ്യിൽ ഈ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ് ടു ആൻ എക്സ്റ്റെൻറ്റ് ഓഫ് 75% ഓഫ് എക്സ്പെൻഡിച്ചർ സബ്ജക്റ്റ് ടു എ മാക്സിമം ഓഫ് 75,000 വരിക്കും. സർട്ടിഫിക്കേഷൻസ് ഓഫ് ഓൾ ഇൻഡസ്ട്രീസ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് റീഇംബേഴ്സ് ചെയ്യുന്നതാണ്. ഈ ഒരു എമൗണ്ട് റീഇംബേഴ്സ് ചെയ്യുന്നതാണ് നമ്മുടെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ പർച്ചേസ് ചെയ്തേക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ 75% നമ്മൾ എലിജിബിൾ ആണ്. അങ്ങനെ മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് 75,000 ആണ്. ഓക്കെ, ആൻഡ് ദെൻ തേർഡ് വൺ ഇസ് ക്യാപിറ്റൽ സബ്സിഡി ഫോർ സോളാർ ലൈറ്റിംഗ് ആൻഡ് സ്മോൾ കപ്പാസിറ്റി PV സിസ്റ്റംസ്. ഓക്കെ, സോ ഇവിടെ വരുന്നത് the government of India has launched the Jawaharlal Nehru National Solar Mission JNNSM to promote sustainable energy generation and support the growing need for energy in India. അപ്പോൾ മാക്സിമം ഈ ക്യാപിറ്റൽ സബ്സിഡി ഫോർ സോളാർ ലൈറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇഷ്ടംപോലെ എനർജി നമുക്കുണ്ട്, സോളാർ എനർജി ഉണ്ട്. പക്ഷേ നമ്മൾ ഈ സോളാർ എനർജി വേണ്ട വിധത്തിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല. ഇൻസ്റ്റെഡ് വി ആർ യൂട്ടിലൈസിങ്, നമുക്ക് സാധാരണ കിട്ടുന്ന എനർജി തന്നെയാണ് നമ്മൾ എനർജി കൺസംഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് യൂസ് ചെയ്യുമ്പോൾ അത് ഇൻഡസ്ട്രീസിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ഹൗസ് ഹോൾഡിന് കിട്ടേണ്ടതായിട്ടുള്ള എനർജി കൺസംഷൻ ലെവൽ കുറയാണ് ചെയ്യുന്നത്. സോ അപ്പോൾ ബിഗർ ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ഇപ്പോൾ ഈവൻ നമ്മൾ ഹൗസ് ഹോൾഡ് പർപ്പസിനായാലും എല്ലാവരും ഇപ്പോൾ ഈ പറയുന്ന സോളാർ ലൈറ്റിങ്ങിലേക്ക് കടക്കുന്നുണ്ട്. നമ്മുടെ ഓപ്പൺ ടെറസ് ആണെന്നുണ്ടെങ്കിൽ നല്ല നമുക്ക് ഈ മഴയില്ലാത്ത സമയത്തൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ സോളാർ ലൈറ്റിംഗ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരു എനർജി കൺസംഷൻ പരമാവധി നമുക്ക് അപ്പോൾ റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ചെയ്യുന്നതിനുള്ള ഒരു എൻകറേജ്മെൻ്റ് ആണ് ക്യാപിറ്റൽ സബ്സിഡി ഫോർ സോളാർ ലൈറ്റിംഗ് എന്ന് പറയുന്നത്. Through the capital subsidy for solar lighting and small capacity PV systems, the
JNNSM provides capital subsidy of up to 40%, 40, of the approved unit cost for solar lighting and small capacity photovoltaic systems. ഇതിന് വേണ്ടിയിട്ടാണ് നമുക്ക് തരുന്നത്. അപ്പം ഈ സോളാർ ലൈറ്റിങ്ങോ അല്ലെങ്കിൽ സോളാറിൻ്റെ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് നമുക്ക് വരുന്ന എക്സ്പെൻസസിൻ്റെ 40% ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇസ് പ്രൊവൈഡിങ് അസ് ആസ് എ സബ്സിഡി എന്നുള്ളതാണ്. ഓക്കെ, ഇനി ക്യാപിറ്റൽ സബ്സിഡി of 90% of the benchmark cost would be available for special category states. നമ്മുടെ സിക്കിം, ജമ്മു ആൻഡ് കാശ്മീർ, ഹിമാചൽ പ്രദേശ് ആൻഡ് ഉത്തരാഖണ്ഡ് ഇവിടെയൊക്കെ ജീവിക്കുന്ന ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ 90%ഉം അവർക്ക് എന്താണ് സബ്സിഡി ലഭിക്കുമെന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ഫോർത്ത് വൺ ഈസ് സബ്സിഡി ഫോർ പേറ്റൻറ്റ് കോസ്റ്റ്. ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് IT, MCIT and the government started a scheme to provide subsidy to the various SME and technology startups for international patent filing to encourage their innovation and capture growth opportunities in areas of IT. So ഇവിടെ വരുന്നത് എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നോവേഷൻസ്, നിങ്ങൾ IPR എന്ന് പറയുന്ന സെക്ഷൻ പ്രൊഫഷണൽ ബിസിനസ് സ്കില്ലിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഓർമ്മയിലുണ്ടോ? സോഷ്യൽ ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്ന ഭാഗത്ത് ആ ഒരു ചാപ്റ്ററിലാണ് വി ഹാവ് സീൻ ഇൻ ഡീറ്റെയിൽ അബൌട്ട് ദി IPR. അപ്പോൾ ഈ IPR എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ആണ്. അപ്പം നമ്മുടെ കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ നമ്മുടേതായ ഓൺ സൃഷ്ടികൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ സംരക്ഷിക്കാനായിട്ടുള്ള, മറ്റുള്ളവരത് കോപ്പി ചെയ്യാതിരിക്കാനൊക്കെ ആയിട്ട്, മറ്റുള്ളവരത് വേറെ രീതിയിൽ അത് യൂട്ടിലൈസ് ചെയ്യാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇൻ ദ സെയിം വേ ഇന്നോവേഷൻസും കാര്യങ്ങളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമുക്ക് പേറ്റൻറ്റിൻ്റെ റൈറ്റ്സും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ the scheme provides for subsidy of 50% of the patent cost incurred by the industry, encouraging them to get the invention patented. അപ്പോൾ എന്താണ്, അപ്പോൾ ഇത് യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പേറ്റൻറ്റഡ് ആണെന്നുണ്ടെങ്കിൽ they have to pay for that എന്നുള്ളതാണ്. സോ അപ്പോൾ അവരുടെ ഇന്നോവേഷൻ നമുക്ക് സംരക്ഷിക്കാനായിട്ട് സാധിക്കും ചെയ്യും. അതേപോലെ തന്നെ ഒരു എൻകറേജ്മെൻറ്റും കൂടിയാണ് ആൾക്കാർക്ക് ഇന്നോവേറ്റ് ചെയ്യാനായിട്ട്. ഇനി ടെക്നോളജി അപ്ഗ്രഡേഷൻ ഫണ്ട് സ്കീം ഫോർ ടെക്സ്റ്റൈൽ സെക്ടറാണ് അഞ്ചാമത്തെ വരുന്നത്. സബ്സിഡി സ്കീമിൽ വരുന്നത് ടെക്നോളജി അപ്ഗ്രഡേഷൻ ആണ്. ആർക്കുള്ളതാണ്? ടെക്സ്റ്റൈൽ സെക്ടറിൽ വരുന്നവർക്കുള്ളതാണ്. ദ ടെക്സ്റ്റൈൽ സെക്ടർ ഇസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊവൈഡർ ഓഫ് എംപ്ലോയ്മെൻറ്റ് ആഫ്റ്റർ അഗ്രികൾച്ചർ. ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് അബൌട്ട് 14% ഓഫ് ദി ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, 4% ടു ദി GDP and 17% of the country's export earnings. അപ്പോൾ അത്രത്തോളം ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി നാടിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ് പ്രൊവൈഡ്സ് ഡിറക്റ്റ് എംപ്ലോയ്മെൻറ്റ്. എത്ര പേർക്കാണെന്നറിയോ? 35 million പീപ്പിളാണ് ടെക്സ്റ്റൈൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്നത്, വിച്ച് ഇൻക്ലൂഡ്സ് എ സബ്സ്റ്റാൻഷ്യൽ നമ്പർ ഓഫ് SC and ST and women also. സോ SC/ST കാറ്റഗറിയിൽ വരുന്നവരും അതേപോലെ തന്നെ വിമനും ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരൊറ്റ സെക്ടറാണ് ടെക്സ്റ്റൈൽ സെക്ടർ എന്ന് പറയുന്നത്. സോ ദ മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ് ഇൻട്രൊഡ്യൂസ് ദ ടെക്നോളജി അപ്ഗ്രഡേഷൻ ഫണ്ട് സ്കീം. Interest reimbursement of 5% is provided on interest charged by the financial institutions or banks for textile technology upgradation projects. അപ്പോൾ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയുടെ ടെക്നോളജി അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് അവരെടുത്തിട്ടുള്ള ലോണിൻ്റെ 5% ഓഫ് ദി ഇൻട്രസ്റ്റ് റീഇംബേഴ്സ് ചെയ്യുന്ന ഒരു രീതിയാണ്, സബ്സിഡിയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നെക്സ്റ്റ് വൺ സബ്സിഡി ഫോർ ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി. അപ്പോൾ ടെക്സ്റ്റൈൽ കഴിഞ്ഞു, ഇനി ഫുഡ് ഇൻഡസ്ട്രി. ഓക്കെ, ഫോർ എസ്റ്റാബ്ലിഷിംഗ്, അപ്ഗ്രേഡിംഗ് ആൻഡ് മോഡേണൈസേഷൻ. 3 കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ഒരു ഫുഡ് ഇൻഡസ്ട്രി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫുഡ് ഇൻഡസ്ട്രി അപ്ഗ്രേഡ് ചെയ്യാനോ മോഡേണൈസേഷൻ ചെയ്യാനോ നമ്മൾ അതിന് കൊടുക്കുന്ന അസിസ്റ്റൻസ് എന്നുള്ളത്. അസിസ്റ്റൻസ് ഇൻ ദ ഫോം ഓഫ് ഗ്രാൻറ്റ്,
up to 25% of plant and machinery and technical civil work, subject to a maximum of rupees 50 lakhs in general area, and 33% subject to a maximum of 75 lakhs is in difficult areas, is provided by the government of India. ഓക്കെ, അപ്പോൾ ഫുഡ് ഇൻഡസ്ട്രി തുടങ്ങാനായിട്ട് 25% ഓഫ് ദി പ്ലാന്റ് ആൻഡ് മെഷീനറി, അതേപോലെ തന്നെ 33% എന്ന് പറയുന്നത് മാക്സിമം 75 ലാക്സ് വരുന്നത് കുറച്ചും കൂടിയും ബാക്ക്വേർഡ് ഏരിയാസിലുള്ള ഇൻഡസ്ട്രീസിനാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദെൻ സബ്സിഡി ഫോർ മാർക്കറ്റ് ഡെവലപ്മെൻറ്റ് ഫോർ MSME. This scheme offers funding for participation by manufacturing small അല്ലെങ്കിൽ medium-sized enterprises in international trade fair and exhibitions under MSME's India stall. സോ ഇവിടെ എന്താണെന്നുണ്ടെങ്കിൽ ട്രേഡ് ഫെയറുകളിലും എക്സിബിഷനിലും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നമുക്കതിൽ ഇൻവോൾവ് ചെയ്യാനായിട്ട് അത്യാവശ്യം എക്സ്പെൻസസ് വരുന്നതാണ് നമുക്കതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ അതിനുള്ളൊരു നമ്മൾ അങ്ങനത്തെ ഇൻഡസ്ട്രിയൽ ഫെയറിലും എക്സിബിഷൻസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മാത്രമാണ് നമ്മുടെ പ്രോഡക്റ്റ്സ് ലോകം അറിയുള്ളൂ, ജനങ്ങൾ അറിയുള്ളൂ. സോ ദിസ് കൈൻഡ് ഓഫ് പ്രോഡക്ട്സ് ആർ അവൈലബിൾ ഇൻ ദി മാർക്കറ്റ്. ഫോർ വാട്ട് പർപ്പസ് ഇറ്റ് ഈസ്? നമ്മളെപ്പോഴും ഒരു ഷോപ്പിലേക്ക് മാത്രം പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു ഷോപ്പിലത്തെ കാര്യങ്ങൾ നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് നമുക്കറിയാൻ പറ്റും അല്ലേ? അത് മാത്രം അറിഞ്ഞാൽ മതിയോ? സംടൈംസ് തൊട്ടപ്പുറത്തെ കടയിൽ അല്ലെങ്കിൽ അതർ ഷോപ്സ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴാണ് അതർ ഷോപ്സ് ചിലപ്പോൾ സെയിം പീസിന് ഇതിനേക്കാളും നല്ല റെഡ്യൂസ്ഡ് റേറ്റിന് നമുക്ക് കിട്ടുന്നത്. നമുക്ക് അപ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്ക് അതിൻ്റെ വാസ്തവം മനസ്സിലാവുള്ളൂ. സോ അങ്ങനെ ഒരു പ്രോഡക്റ്റ് നമ്മളിപ്പോൾ ഒരു ഹോം അപ്ലയൻസസ് മേടിക്കാൻ പോകുന്നുണ്ടെങ്കിലും ജസ്റ്റ് ഡോണ്ട് ബൈ ദി പ്രോഡക്റ്റ് ബൈ ഗോയിങ് അലോൺ ഇൻ ടു വൺ ഷോപ്പ്. നമ്മൾ അതിനെക്കുറിച്ച് ഒന്നും കൂടിയും സ്റ്റഡി ചെയ്യുക, ഓൺലൈനിൽ സ്റ്റഡി ചെയ്യുക, റീറ്റെയിൽ ഷോപ്പിൽ 2-3 ഷോപ്പുകൾ കയറി ഇറങ്ങുക, നമ്മൾ നോക്കുക ഏതാണ് ഏറ്റവും നല്ല ഒരു കോസ്റ്റ് ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ട്രേഡ് ഫെയറുകളിലും എക്സിബിഷനിലും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴാണ് സോ വി ആർ ഇൻ ദി മാർക്കറ്റ് എന്നുള്ളത് ദ പീപ്പിൾ വിൽ ബി ഏബിൾ ടു നോ, ആൻഡ് ഓൾസോ വിൽ ബി ഏബിൾ ടു നോ വാട്ട് ആർ ദ ന്യൂ തിങ്സ് in that particular field എന്നുള്ളത് നമുക്കറിയാനായിട്ട് സാധിക്കാം. The government of India will reimburse 75% of airfare and 50% of rental charge for MSME manufacturing enterprises. ഇനി for women ആണെന്നുണ്ടെങ്കിൽ and SC/ST entrepreneurs ആണെന്നുണ്ടെങ്കിൽ the government will reimburse 100% of space rent and airfare. അപ്പം നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ട്രേഡ് ഫെയറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചിലപ്പോൾ ഇഫ് യു ആർ ട്രാവലിംഗ് ത്രൂ എയർ എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫെയറും നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് ജനറൽ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ 75%. അതേപോലെ തന്നെ നമുക്ക് ഈ ട്രേഡ് ഫെയറിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സ്പേസ് അതിന് ഭയങ്കര റെൻറ്റാണ്. സോ നമ്മൾ വിചാരിച്ച പോലെ വിത്തിൻ 1 വീക്ക് നമുക്കൊരു സ്റ്റോൾ സെറ്റപ്പ് ചെയ്യാനായിട്ട് അവിടെ സാധിക്കില്ല. നമ്മുടെ സ്പേസിൽ നമ്മുടേതായ ഒരു സ്റ്റോളോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടേതായ മെഷീനറീസ്, നമ്മുടെ പ്രോഡക്റ്റ് ഇതൊക്കെ ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 5 to 6 months വർക്കാണ് നമുക്കവിടെ. അപ്പോൾ ഈ 5 to 6 months വർക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്ലാന്റ് ആൻഡ് മെഷീനറി കൊണ്ടുവരണം, അവിടെ ഇൻസ്റ്റാൾ ചെയ്യണം, എന്നാലേക്കാണ് അതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളും ഒക്കെ പബ്ലിക്കിന് നമുക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. സോ വി ഹാവ് ലോട്ട് ഓഫ് വർക്ക് ഫോർ ദാറ്റ്. അപ്പോൾ അതിന് നമുക്ക് ഇൻകർ ചെയ്യുന്ന എയർ ഫെയർ ആയാലും അതേപോലെ തന്നെ ആ സ്പേസിൻ്റെ നമുക്ക് തന്നിട്ടുള്ള ഓഫീസോ അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ തിങ്സ് അതിന് വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുള്ള MSMEയിൽ തന്നിട്ടുള്ള ആ ഒരു പർട്ടിക്കുലർ സ്പേസിന് വരുന്ന എൻറ്റയർ റെൻറ്റിൻ്റെ 50% ആണ് ജനറൽ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ അവർ തരുന്നത്. ഇനി അതല്ല ഒരു വിമൻ്റെ ഒരു ബിസിനസ് സെറ്റപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രേഡ് ഫെയറിൽ പാർട്ടിസിപ്പേഷൻ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പേഴ്സൺസ് ഓൺടർപ്രണേഴ്സ് കമ്മിങ് ഫ്രം SC ആൻഡ് ST കാറ്റഗറിയിലാണെന്നുണ്ടെങ്കിൽ 100% ആയിട്ടുള്ള അവരുടെ റെൻറ്റൽ ചാർജസും അവർക്ക് റീഇംബേഴ്സ് ചെയ്യും, അതേപോലെ തന്നെ എയർ ഫെയറും അവർക്ക് റീഇംബേഴ്സ് ചെയ്യും. ഓക്കെ, ആൻഡ് ദെൻ subsidy for barcode. To enhance the competitiveness of MSME, subsidy about 75% and annual registration fee for getting barcode
for recurring fee for 3 years is provided under this scheme. ഇനി ബാർകോഡിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി രജിസ്ട്രേഷൻ ഫീ ബാർകോഡ് കിട്ടാനായിട്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾക്കും ഫോർ 3 ഇയേഴ്സിനാണ് നമുക്ക് കിട്ടുന്ന സബ്സിഡി എന്ന് പറയുന്നത് 75% ഓഫ് ദി ആനുവൽ രജിസ്ട്രേഷനാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി സബ്സിഡി ഫോർ ബാക്ക്വേർഡ് ഏരിയാസ്. A subsidy for 15% of investment in plant and machinery is provided to units set up in backward areas. Backward areas SSI units നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ that particular industry will get a 15% of investment in plant and machinery subsidy. ഓക്കെ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറയുന്നതിൻ്റെ എമൗണ്ടിൻ്റെ 15% നമുക്ക് സബ്സിഡി ആയിട്ട് ലഭിക്കും. എപ്പോഴാണ്? when we set our industry എന്ന് പറയുന്നത് എവിടെയാണ് സെറ്റപ്പ് ചെയ്യേണ്ടത്? ഇൻ ദി ബാക്ക്വേർഡ് ഏരിയാസ്. ഓക്കെ, then is transportation subsidy. To promote industries in areas not accessible and hill areas, 50% to 90% of the investment in plant and machinery is provided as subsidy. ഇനി ഹിൽ ഏരിയാസിലാണ് അല്ലെങ്കിൽ അധികം ആക്സസബിൾ അല്ലാത്ത ഒരു ഏരിയാസൊക്കെയാണ് നമ്മൾ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടേക്കുള്ള ട്രാൻസ്പോർട്ട് സബ്സിഡി 50 to 90% ആണ് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, അത് ഏതിൻ്റെയാണ്? ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി. നമ്മളവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ 50 മുതൽ 90% വരെയാണ് വി ആർ ഗെറ്റിംഗ് ദി സബ്സിഡി എന്നുള്ളത്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം. Under this program, urban and rural entrepreneurs in general category can avail themselves 15% and 25% subsidy on project cost. In case of weaker section ആണെന്നുണ്ടെങ്കിൽ 25% and 35% subsidy is provided to urban and rural entrepreneurs respectively. സോ ഇവിടെ വരുന്നത് ഏത് കാറ്റഗറിയിൽ വരുന്ന ഓൺടർപ്രണേഴ്സ് ആണ്? റൂറൽ ഓൺടർപ്രണേഴ്സ് ആണോ അതല്ലാന്നുണ്ടെങ്കിൽ urban ഓൺടർപ്രണേഴ്സ് ആണോ എന്നുള്ളത് നോക്കിയിട്ടാണ്. സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് 15% ആൻഡ് 25%, വീക്കർ സെക്ഷനിലാണെന്നുണ്ടെങ്കിൽ 25% ആൻഡ് 35% എന്നുള്ളത്. ദി ഗവൺമെൻറ് ഹാസ് പ്രപ്പോസ്ഡ് ആൻ എക്സ്പെൻഡിച്ചർ ഓഫ് 5,060 crore അണ്ടർ ദിസ് പ്രോഗ്രാമിംഗ് ഡ്യൂറിങ് 12th പ്ലാൻ. ഒരു 12ാമത്തെ 5 years പ്ലാനിൽ അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത് 5,060 crore ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് അവരെ മാറ്റി വെച്ചേക്കുന്നതാണ്. ഓക്കെ, ആൻഡ് ദെൻ 12th point, സബ്സിഡി ഫോർ അക്വിസിഷൻ ഓഫ് എഫിഷ്യൻറ്റ് ടെക്നോളജി. The Government of India has launched technology acquisition and development under National Manufacturing Policy implemented by it. ഈ സ്കീം എന്താണെന്നുണ്ടെങ്കിൽ ഫോർ ഡയറക്റ്റ് സപ്പോർട്ട് ഫോർ ടെക്നോളജി അക്വിസിഷൻ ആണ്. സോ അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന സബ്സിഡി എന്ന് പറയുന്നത് 50% ഓഫ് ടെക്നോളജി ട്രാൻസ്ഫർ ഫീ. അതല്ലാന്നുണ്ടെങ്കിൽ 50 lakhs വിച്ച് എവർ ഇസ് ലോവർ അതാണ് നമ്മൾ സബ്സിഡി ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, and then we are coming to the last point, subsidy for manufacturing equipment for controlling pollution and water conservation. സോ നമ്മുടെ മാനുഫാക്ചറിങ് എക്യുപ്മെൻറ്റ് എന്ന് പറയുന്നത് പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനും അതേപോലെ തന്നെ വാട്ടർ കൺസർവേഷൻ പ്രൊവൈഡ് ചെയ്യാനുമായിട്ടുള്ള എക്യുപ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സബ്സിഡിയാണ്. The above fund also extends support for manufacturing of equipment, machines and devices for controlling pollution, reducing energy consumption and water conservation. The manufacturing unit will be provided with a subsidy of 10% of capital expenditure incurred on new plant and machinery subject to a maximum of 50 lakhs. അപ്പോൾ ഇങ്ങനത്തെ മാനുഫാക്ചറിങ് ബിസിനസ് റൺ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ 10% സബ്സിഡി ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. അതിൻ്റെ മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് 50 lakhs ആണ്. അപ്പോൾ 13 types ഓഫ് സബ്സിഡിയാണ് നമുക്ക് വരുന്നത്. ഇതിൽ ഏതെങ്കിലും ഒന്നെങ്കിൽ 2 മാർക്കായിട്ട് ചോദിക്കാം, 1-2 പോയിൻറ്റ്സ്. അതല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു 4 മാർക്ക് ക്വസ്റ്റ്യനിലേക്ക്. 4 മാർക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഒരു 5 to 6 സബ്സിഡീസിനെ കുറിച്ചിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. 13 എണ്ണം എഴുതുക, അതിൻ്റെ ഡീറ്റെയിൽസ് ഒരു 5 to 6 നമ്പേഴ്സ് ഓഫ് സബ്സിഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്, ഈ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത്
ഓൺട്രപ്രണേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. നമുക്ക് എത്ര ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായിരുന്നു? നമുക്ക് ഓൾമോസ്റ്റ് ഒരു 11 ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അടുത്തുണ്ടായിരുന്നു അല്ലേ. പിന്നെ 2 കാര്യങ്ങളാണ് നമുക്കുണ്ടായിരുന്നത്, എന്ത്? ഇൻസെൻറ്റീവും സബ്സിഡിയും. സോ ഇതും കൂടിയും ഒരു എൻകറേജിങ് അല്ലെങ്കിൽ ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ തന്നെയാണ്. അപ്പോൾ ഇതിലുള്ള ഓരോ ഹെൽപ്പിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ടും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അത് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം ഏതാണ്, അത് എന്ത് ഒബ്ജക്റ്റീവോട് കൂടിയിട്ട് അവർ തുടങ്ങിയിട്ടുള്ളതാണ് എന്നുള്ള കാര്യമൊക്കെ കൃത്യമായിട്ട് മക്കൾ മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. ഇനി നമ്മൾ 3rd ചാപ്റ്ററിലേക്ക് കടക്കാണ്. 3rd ചാപ്റ്ററിൻ്റെ ചെറിയൊരു ഭാഗം, ഇൻട്രൊഡക്ഷൻ പാർട്ട് മാത്രം നമുക്കിന്നൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ 3rd ചാപ്റ്റർ എന്ന് പറയുന്നത് MSME ആണ്. മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ എന്താണ് MSME എന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ഇവിടെ വരുന്നത് MSME എന്ന് പറയുന്നത് നമ്മൾ മൈക്രോ എൻ്റർപ്രൈസ്, സ്മോൾ എൻ്റർപ്രൈസ്, മീഡിയം എൻ്റർപ്രൈസ് എന്ന് നമ്മൾ 3 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. എപ്പോഴാണ് നമ്മളൊരു മൈക്രോ എൻ്റർപ്രൈസ് എന്ന് പറയുന്നത്? എപ്പോഴാണ് ഒരു മീഡിയം എൻ്റർപ്രൈസ് എന്ന് പറയുന്നത്? എപ്പോഴാണ് നമ്മളൊരു ദാറ്റ് ഈസ് സ്മോൾ എൻ്റർപ്രൈസ് എന്ന് പറയുന്നത്? അപ്പോൾ മൈക്രോ ആണോ, സ്മോൾ ആണോ, അല്ലെങ്കിൽ മീഡിയം സൈസ്ഡ് എൻ്റർപ്രൈസ് ആണോ? ഹൗ ഡു യു ഡിഫറൻഷിയേറ്റ് ഇറ്റ്? നമ്മൾ നമുക്കിതിന് മുമ്പ് കഴിഞ്ഞ വർഷം വരയ്ക്കും എന്താ പറയുക, മാനുഫാക്ചറിങ് യൂണിറ്റ്, സർവീസ് യൂണിറ്റ് എന്നുള്ള ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് റിമൂവ് ചെയ്തു. ഇപ്പോൾ നമുക്ക് വളരെ സിമ്പിളായി എനി ഇൻഡസ്ട്രി ഓർ എനി സർവീസ് സെൻറ്റർ ഏതായാലും കുഴപ്പമില്ല. ഓക്കെ, സോ മൈക്രോ എൻ്റർപ്രൈസ് എന്ന് പറയുന്നത് നോട്ട് ചെയ്യാം, is a unit where the investment is up to 1 crore and the annual turnover is up to 5 crores. 1ഉം 5ഉം അത് മറക്കാതിരിക്കുക. അപ്പോൾ എന്താണ് ഈ 1 എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി. നമ്മളിപ്പോൾ ഒരു ചെറിയൊരു ഇൻഡസ്ട്രി തുടങ്ങിയിട്ടുണ്ട്, അതിലേക്ക് ആവശ്യമായിട്ടുള്ള പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 1 കോടിയിൽ താഴെ ആയിരിക്കണം. അതേപോലെ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത്, ആനുവൽ ടേൺ ഓവർ എന്ന് പറയുന്നത് 5 കോടിയിൽ താഴെയായിരിക്കണം. അങ്ങനെ വരുന്ന യൂണിറ്റ്സിനെയാണ് മൈക്രോ യൂണിറ്റ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ ഇസ് സ്മോൾ എൻ്റർപ്രൈസ്. എ സ്മോൾ എൻ്റർപ്രൈസ് ഇസ് വൺ വെർ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് അപ് ടു 10 crores ആൻഡ് ആനുവൽ ടേൺ ഓവർ അപ് ടു 50 crores. അപ്പോൾ ഇവിടെ വരുന്നത് 10ഉം 50ഉം മാത്രമേ ഉള്ളൂ. ആദ്യം 1ഉം 5ആയിരുന്നു, രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് 10ഉം 50ആണ്. സോ 10 crores വരെയും നമുക്ക് പ്ലാന്റ് ആൻഡ് മെഷീനറി ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുകയാണെന്നുണ്ടെങ്കിൽ അത് സ്മോൾ എൻ്റർപ്രൈസസിലാണ് വരുന്നത്. അതിൻ്റെ ആനുവൽ ടേൺ ഓവർ എന്ന് പറയുന്നത് 50 crores ക്രോസ് ചെയ്യാനും പാടില്ല. Third one, medium enterprises, is one where the investment is up to 20 crores and the annual turnover is up to 100 crores. 20ഉം 100ഉം, 1ഉം 5ഉം 10ഉം 50ഉം 20ഉം 100ഉം. ഈ 3 കാര്യങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ക്വസ്റ്റ്യൻ ഒരിക്കലും നിങ്ങൾ മറക്കില്ല. ഓക്കെ, അപ്പോൾ മീഡിയം സൈസ് എൻ്റർപ്രൈസ് ആവണമെന്നുണ്ടെങ്കിൽ അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി should go below 20 crores and the annual turnover should be up to 100 crores. അതിനുള്ളിൽ വന്നാൽ മാത്രമാണ് നമുക്കതൊരു മീഡിയം സൈസ് എൻ്റർപ്രൈസ് ആണെന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സർവീസ് യൂണിറ്റ് എന്നുള്ളതും മാനുഫാക്ചറിങ് യൂണിറ്റ് എന്നുള്ളതും 2 കാറ്റഗറി ഉണ്ടായിരുന്നു, ഇപ്പോൾ ആ കാറ്റഗറി ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഒരു സിംഗിളായിട്ട് നമ്മൾ നോക്കണുള്ളൂ, അതിൽ എന്താണ് ദാറ്റ് ഈസ് എത്രത്തോളം അവർ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി 2 കാര്യങ്ങളും കൂടിയും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ആൻസിലറി യൂണിറ്റ്സ് ആൻഡ് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സ് ആണ്. സോ വാട്ട് യു മീൻ ബൈ ആൻസിലറി യൂണിറ്റ്സ്? ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പല പ്രാവശ്യം ഞാൻ ഈ പേര് പറഞ്ഞിട്ടുണ്ട്, ആൻസിലറി യൂണിറ്റ്സ് എന്നുള്ളത്. ദീസ് യൂണിറ്റ്സ് പ്രൊവൈഡ് ഇൻപുട്സ് ടു അതർ യൂണിറ്റ്സ്. അപ്പോൾ ഈ ആൻസിലറി യൂണിറ്റ്സ് ആണ് അതർ യൂണിറ്റ്സ് അല്ലെങ്കിൽ അതർ ഇൻഡസ്ട്രീസിന് ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ദീസ് ആർ എൻഗേജ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് പാർട്സ്, കമ്പോണൻറ്റ്സ്, ലൈറ്റ് എഞ്ചിനീയറിംഗ് പ്രോഡക്ട്സ് ലൈക്ക് സൈക്കിൾസ്, sewing machines, diesel engines, machine tools, mathematical instruments, office and household equipments, electrical appliances, air conditioners, etc. An ancillary unit needs to supply at least 50% of its products to other industries.
it may fall either under micro or small or medium enterprise. ഈ ആക്സിലറി യൂണിറ്റ് എന്ന് പറയുന്നത് മൈക്രോ യൂണിറ്റ് ആവാം, സ്മോൾ യൂണിറ്റ് ആയിരിക്കാം, മീഡിയം സൈസ്ഡ് യൂണിറ്റ് ആവാം. ഇതിൽ ഏത് കാറ്റഗറിയാണ് വരണതെന്നുണ്ടെങ്കിൽ നമ്മളത് എങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്യാം? 1 crore നമ്മുടെ ആനുവൽ ടേൺ ഓവർ 5 crore താഴെയാണെന്നുണ്ടെങ്കിൽ മൈക്രോ ആണ് അല്ലേ. 10 crores ആണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, ആനുവൽ ടേൺ ഓവർ എന്ന് പറയുന്നത് 50 crores താഴെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്മോൾ ഇൻഡസ്ട്രിയിൽ വരുന്നതാണ്. ഇനി 20 crores ആണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുണ്ടെങ്കിൽ 100 crores താഴെയാണ് നമ്മുടെ ആനുവൽ ടേൺ ഓവർ എന്നുണ്ടെങ്കിൽ വി ഫോൾ ഇൻ ദി കാറ്റഗറി ഓഫ് മീഡിയം സൈസ്ഡ് ഇൻഡസ്ട്രി. സോ ആക്സിലറി യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദീസ് യൂണിറ്റ്സ് പ്രൊവൈഡ്സ് ഇൻപുട്സ് ടു ദി അതർ യൂണിറ്റ്സ്. അപ്പോൾ മറ്റ് യൂണിറ്റുകൾക്ക് ഇൻപുട്ട് തരുന്നത് ആക്സിലറി യൂണിറ്റ് ആണ്. ആക്സിലറി യൂണിറ്റ് എന്തൊക്കെയാവാം? മൈക്രോ ആവാം, സ്മോൾ ആവാം, മീഡിയം സൈസ്ഡ് ആവാം. സോ ഇവർ കൊടുക്കുന്ന ഇൻപുട്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ പല പാർട്ടുകളായിരിക്കാം, പല കോമ്പോണൻസ് ആയിരിക്കാം ഇവർ ഇൻപുട്ടായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുവരെയുള്ള കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ആൻഡ് ദെൻ ഇവർ മാനുഫാക്ചർ ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ 50% എങ്കിലും, അറ്റ്ലീസ്റ്റ് 50% എങ്കിലും അതർ യൂണിറ്റ്സിന് ഇൻപുട്സ് ആയിട്ട് പ്രൊവൈഡ് ചെയ്താൽ മാത്രമാണ് ഇവരിനെ എന്തെന്ന് നമ്മൾ പറയുള്ളൂ? ആക്സിലറി യൂണിറ്റ്സ് എന്ന് നമ്മൾ പറയുള്ളൂ. അപ്പോൾ ക്ലിയർ ആയില്ലേ? അപ്പോൾ ആക്സിലറി യൂണിറ്റ്സ് എന്തൊക്കെയാണ്? പ്രൊവൈഡ് ഇൻപുട്സ് ടു അതർ ഇൻഡസ്ട്രീസ്. അപ്പോൾ അതർ ഇൻഡസ്ട്രീസിന് ഇവരുടെ കമ്പനിയിൽ മാനുഫാക്ചർ ചെയ്യുന്നതിൻ്റെ 50% ദേ ഹാവ് ടു ഗിവ് ആസ് ദി ഇൻപുട്സ്. ഓക്കെ, അപ്പോൾ ഇവർ ഏതൊക്കെ കാറ്റഗറിയിൽ വരാം? സ്മോൾ, മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിൽ വരാവുന്നതാണ്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സ്. എന്താണ് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്? So export oriented units are those SSI units which export at least 30% of its annual production by the end of the third year of commencement of production. They may fall either under micro, small and medium enterprise. അപ്പോൾ ഒരു എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ബിസിനസ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മീഡിയം സൈസ്ഡ് എൻ്റർപ്രൈസ് ആവണമെന്ന് ഒരു നിർബന്ധം അവർ പറയുന്നില്ല. സോ എനി യൂണിറ്റ്, ഇറ്റ് മേ ബി എ മൈക്രോ യൂണിറ്റ്, എ സ്മോൾ യൂണിറ്റ് ഓർ medium sized unit, but if they export the goods which are manufactured in their units, at least 30% of the units produced, അവരതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ ഔട്ട്പുട്ടിൻ്റെ 30% എങ്കിലും അവർ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് അത് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സ് ആയിട്ട് മാറുള്ളൂ. അത് എപ്പോഴാണ്? പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് തേർഡ് ഇയർ ആണ് നമ്മൾ എക്സ്പോർട്ടിനെ കുറിച്ച് ചിന്തിക്കുള്ളൂ. നമ്മൾ ഫസ്റ്റ് ഇയറാണ് എക്സ്പോർട്ട് ബിസിനസ് ഒന്നും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഫസ്റ്റ് തിങ് വി ഹാവ് ടു കം ടു ദാറ്റ് പെർട്ടിക്കുലർ സ്റ്റാൻഡേർഡ്. അവർ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ നമ്മൾ എത്തിയാൽ മാത്രമാണ് നമുക്ക് അതിനുള്ളൊരു എലിജിബിലിറ്റി തന്നെ വരുള്ളൂ. സോ വിത്തിൻ 3 years നമുക്ക് അതിൻ്റെ പേപ്പർ വർക്ക്, ലൈസൻസിങ് കാര്യങ്ങളൊക്കെ, സ്റ്റാൻഡർഡൈസേഷനൊക്കെ നമുക്ക് ചെയ്ത് തീർക്കാം. അത് കഴിഞ്ഞിട്ട് തേർഡ് ഇയർ ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വാട്ട് വി ഹാവ് പ്രൊഡ്യൂസ്ഡ് അതിൻ്റെ 30% എങ്കിലും നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് ഇറ്റ് ഈസ് നോൺ ആസ് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സ് എന്നുള്ളത്. ഏകദേശം കാറ്റഗറിയൊക്കെ മനസ്സിലായില്ലേ? വാട്ട് ഈസ് സബ്സിഡി എന്നുള്ളതും വാട്ട് ഈസ് ഇൻസെൻറ്റീവ് എന്നുള്ളതും കാര്യങ്ങളൊക്കെ വ്യക്തമായി. അതോടുകൂടിയിട്ട് നമ്മുടെ ആ ചാപ്റ്ററിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഒന്ന് ബ്രഷ് അപ്പ് ചെയ്തു. ആൻഡ് തേർഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിനെ കുറിച്ചിട്ടുള്ളതാണ്. സോ വെൻ ഡു വി കോൾ ഇറ്റ് ആസ് എ മൈക്രോ ഇൻഡസ്ട്രി, വെൻ ഡു വി കോൾ ഇറ്റ് ആസ് എ സ്മോൾ ഇൻഡസ്ട്രി ആൻഡ് വെൻ ഡു വി കോൾ ഇറ്റ് ആസ് എ മീഡിയം സൈസ്ഡ് ഇൻഡസ്ട്രി എന്നുള്ളത്. അതിന് ക്ലാസിഫിക്കേഷൻ പറഞ്ഞു തന്നു. പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് 1 crore താഴെയും ആനുവൽ ടേൺ ഓവർ 5 crore താഴെയാണെന്നുണ്ടെങ്കിൽ മൈക്രോ ഇൻഡസ്ട്രിയാണ്. ഓക്കെ, ഇനി 10 crore താഴെയും ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ആനുവൽ ടേൺ ഓവർ 50 crore താഴെയാണെന്നുണ്ടെങ്കിൽ അത് സ്മോൾ ഇൻഡസ്ട്രിയാണ്. 20 crore താഴെയാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി. അതേപോലെ തന്നെ 100 crore ആണ് നമ്മുടെ ആനുവൽ ടേൺ ഓവർ എന്നുണ്ടെങ്കിൽ അതും നമുക്ക് മീഡിയം സൈസ്ഡ് ഇൻഡസ്ട്രിയാണ്.
അപ്പോൾ ആക്സിലറി യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് പ്രൊവൈഡ് ഇൻപുട്സ് ടു അതർ യൂണിറ്റ്സിനാണ് നമ്മൾ ആക്സിലറി യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അതേപോലെ എപ്പോഴാണ് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സ് ആകുന്നത്? അവർ സ്ഥാപനത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിൻ്റെ 30% എങ്കിലും നമ്മൾ എക്സ്പോർട്ട് ചെയ്താൽ മാത്രമാണ് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സ് ആയിട്ട് മാറുള്ളൂ. അത് ദാറ്റ് ഈസ് 3rd ഇയർ ആഫ്റ്റർ ദി കമൻസ്മെൻറ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ 3rd ഇയറാണ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. ഇത് ഏത് കാറ്റഗറിയിൽ വേണമെന്നുണ്ടെങ്കിലും ആക്സിലറി യൂണിറ്റ് ആയാലും എക്സ്പോർട്ട് യൂണിറ്റ് ആയാലും വരാവുന്നതാണ്. മൈക്രോയിലും വരാം, സ്മോൾ ഇൻഡസ്ട്രിയിലും വരാം, മീഡിയം സൈസ്ഡ് ഇൻഡസ്ട്രിയിലും വരാം. ഓക്കെ, സോ ഇതുവരെയ്ക്കും ഉള്ളിൽ ഡൗട്ടില്ല എന്ന് വിചാരിക്കുന്നു, കാരണം വളരെ ക്ലിയർ ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ താങ്ക് യു. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.